കുറേ നാൾക്ക് ശേഷം നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ പുതുവർഷം ഒരു നല്ലൊരു അടിച്ചുപൊളി ബ്ലോഗ് തുടങ്ങാനായിട്ട്. അത് സ്റ്റാർട്ടിങ് ആയിട്ടൊരു കണ്ടന്റ് നോക്കി നടക്കുമായിരുന്നു. അതിന് പറ്റിയ സ്ഥലം ഇവിടെ തന്നെ. അതുകൊണ്ട് അമ്മേ മാതാവേ അനുഗ്രഹിക്കണം, സപ്പോർട്ട് ചെയ്യണം, ആശീർവദിക്കണം. ഈ ഒരു തുടക്കം നന്നായിട്ട് അടിച്ചു പൊളിച്ച് ഈ ഒരു പുതുവർഷം ആരംഭിക്കാനായിട്ട് എൻ്റെയും എൻ്റെ കൂട്ടുകാരന്മാരെയും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം, കൂടെ കാണണം. താങ്ക് യു. സാങ്ഷൻ കിട്ടി. സാങ്ഷൻ അല്ല, ഞങ്ങളൊരു വ്ളോഗ് തുടങ്ങാൻ പോവാം. അപ്പൊ ചെറിയൊരു വ്ളോഗിന്റെ പാട്ടായിട്ട് ട്രാവല്, ഫുഡ് എക്സ്പ്ലോറിങ്, അപ്പൊ ആദ്യത്തെ വീഡിയോ ഇത്. അപ്പൊ അതുകൊണ്ട് പള്ളി വെച്ച് തുടങ്ങാന്ന് വിചാരിച്ചു. അതിനു വേണ്ടി വന്നാണ്. നമസ്കാരം കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വാർത്തകൾ? നമ്മുടെ സ്വന്തം മെൽക്കാണ് സംസാരിക്കുന്നത്. നമ്മളൊരു വെറൈറ്റി, ഒരു കിടുക്കാച്ചി വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വീടിന് ഒരു പ്രശ്നം, ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ നേരിട്ട് കാണണം. അതിനുവേണ്ടി നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ മച്ചമ്മ റോണൻ ആണ്. അപ്പോൾ അവൻ നൈറ്റ് ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് അവൻ നമ്മൾ വിളിച്ചേനേപ്പിച്ചാണ് പോകുന്നത്. കൊച്ചു കിടന്ന് ഉറങ്ങുവാന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ കാര്യമാക്കുന്നില്ല. നമ്മൾ അവന് ചെന്ന് അവിടെ കൊണ്ട് അടിച്ചു പൊളിച്ച് നിങ്ങൾ ശരിക്കും ഇഷ്ടപ്പെടും. അല്ല, മൊഞ്ചം വീട് എന്ന് പറഞ്ഞാൽ മൊഞ്ചം വീടാ. ഞാൻ ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ബെസ്റ്റ് ഹൗസസ് ഐ എവർ സീൻ. സോ ക്യാൻ വെയിറ്റ്. സ്റ്റാർട്ടിങ് ആയിട്ട് കണ്ടന്റ് നോക്കി നടക്കുമായിരുന്നു. അതിന് പറ്റിയ സ്ഥലം ഇവിടെ തന്നെ. അതുകൊണ്ട് അമ്മേ മാതാവേ അനുഗ്രഹിക്കണം, സപ്പോർട്ട് ചെയ്യണം, ആശീർവദിക്കണം. അത് പൊളിച്ചിട്ടോ. ഈ ഒരു തുടക്കം നന്നായി അടിച്ചു പൊളിച്ച് പുതുവർഷം ആരംഭിക്കും. സെറ്റാവുന്ന റോണൻ, നീ എന്റെ അടിമയാണ്. അടിമക്കൊണ്ട് കൊണ്ട് ഞാൻ പേടിച്ചു പോയി. ഇതാണ് നിന്റെ പേടി. എടാ, നീയല്ലേ വലിയതൊക്കെ. നമ്മളിപ്പോ കറക്റ്റ് ബ്രോഡ് കൗണ്ടിലാണ്. ബ്രോഡ് കൗണ്ട് നമ്മളിപ്പോ വേറെ കൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, വെസ്റ്റ് പാം ബീച്ച് എന്ന് പറയും. അപ്പം ഇവിടുന്ന് ഒരു ഏകദേശം നമ്മൾ ഹൈവേ എടുത്തൊരു 45 മിനിറ്റ്. നമ്മളിപ്പോ നേരെ ഹൈവേ കയറാൻ പോവാ. ഹൈവേ കയറിയിട്ട് നമ്മളൊരു കറക്റ്റ് നേരെ പോവാ. ഒരു എക്സിറ്റ് ഒരു അറൌണ്ട് ഒരു 20-25 മൈൽസ് കാണും. അവിടെ എത്തി ലേക്ക് വർത്ത് എന്നുള്ള എക്സിറ്റ് ആണ്. നമ്മൾ അവിടെ എക്സിറ്റ് എടുക്കുന്നു. 2-3 സിഗ്നല് നമ്മളെ പിന്നെ ലൊക്കേഷൻ എത്തും. നമ്മളിപ്പോ തന്നെ ഹൈവേ കയറും കേട്ടോ. എന്തുറ്റി ഇതാക്കുന്നുണ്ടോ? എനിക്കും അതെ. നിനക്ക് ചായ മേടിച്ചോ? ഞാൻ നമ്മുടെ ഫ്ലോറിഡ നല്ല കാരണം വെച്ചാൽ പക്ക കൊച്ചി കേരളം എന്നാണ് നമ്മുടെ ഫ്ലോറിഡ അറിയപ്പെടുന്നത്. നമുക്ക് നമ്മുടെ വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. എന്ത് രസമാണ്, എന്ത് മനോഹരമായിട്ട് കാണാനായിട്ട്. നല്ല മൊഞ്ച സ്ഥലമാണ് ഫ്ലോറിഡ. നമ്മൾ ഇവിടുന്ന് നേരെ നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് നമ്മുടെ ടേൺ പൈക്കിലേക്കാണ്. ഫ്ലോറിഡ ടേൺ പൈക്ക് എന്ന് വെച്ചാൽ, ഫ്ലോറിഡ ടേൺ പൈക്ക് എന്ന് വെച്ചാൽ ഈ ഹൈവേ കറക്റ്റ് എഡ്ജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലോറിഡയുടെ നടുക്കൂടെ ഉള്ളതല്ല. അപ്പൊ എഡ്ജിൽ കൂടെ നമുക്ക് ഇതിലൊക്കെ നമുക്ക് പോവാണെങ്കിൽ നമുക്ക് അറ്റ്ലാന്റ, നമുക്ക് പല സ്റ്റേറ്റിൽ നമുക്ക് പോകാൻ പറ്റും. ഇത് ഏറ്റവും സൗത്ത് പോയിന്റിലാണ് ഫ്ലോറിഡ. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഞങ്ങൾ മയാമിന്ന് നേരെ കീ വെസ്റ്റിലേക്ക് പോവാണെങ്കിൽ
കറക്റ്റ് സൗത്ത് ഉണ്ടായി കഴിഞ്ഞു. അവിടുന്ന് ഒരു 60 മൈൽ എങ്ങാണ്ടേ ഉള്ളൂ നേരെ വേറെ സ്ഥലത്തേക്ക്, എന്ന് വെച്ചാൽ ക്യൂബ. ഞങ്ങൾക്ക് വേറൊരു സ്റ്റേറ്റ് കടക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 8 to 9 hours വി ഹാവ് ടു ഡ്രൈവ്. അത്രയും ഞങ്ങൾ ഡ്രൈവ് ചെയ്തേ പറ്റുള്ളൂ. ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് നമ്മൾ ടേൺ പൈക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ ടേൺ പൈക്കിൽ നമ്മൾ നേരെ, ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു 20-25 മൈൽ നമ്മൾ നേരെ സ്ട്രൈറ്റ് റോഡ് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ലെഫ്റ്റ് ലൈൻ നമ്മൾ പിടിച്ചേക്കുന്നത്, അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും. പിന്നെ മിക്കവാറും ചിലപ്പോൾ ചാർജ് ചെയ്യേണ്ടി വരും വണ്ടി. ഇപ്പോൾ പ്രൊഫഷണൽ നമുക്ക് അവിടെ പോയി നമുക്ക് ചാർജ് ചെയ്യാം. റോണേ കുട്ടാ, നീ ഓക്കേടാ? എന്തുപറ്റി? എഴുന്നേക്കടാ. ഓ എന്റെ എഴുന്നല്ലോ. അപ്പൊ നമ്മള് വെല്ലിംഗ്ടൺ വെസ്റ്റ് പാം ബീച്ച് നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാൻ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളാണ്. ഇവിടുന്ന് 5 മിനിറ്റ് നടക്കുന്ന ഡിസ്റ്റൻസ് ഉള്ളൂ, 5. പണ്ട് ഞാൻ വന്നിട്ടുള്ള സമയത്ത് ഒരു 10 വർഷം മുമ്പ് ഇവിടെ മുഴുവൻ കുതിരകളായിരുന്നു, സൈഡ് മുഴുവൻ. അന്ന് ഇവിടെ ഈ റോഡ് ഒരിക്കലും ഫിക്സ് ചെയ്യാറില്ല, എപ്പോഴും ഈ മണ്ണിൽ കൂടെ നടക്കായിരുന്നു. ഇങ്ങനെ നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുകയാണെങ്കിൽ നിറച്ചും പൊടിയാ. റൈറ്റ് സൈഡിലെ കനാല്, ഈ വരുന്നത് ഈ ഒരു കുട്ടൻ കാടാന്ന് വിചാരിക്കും ആൾക്കാര്. സത്യം പറഞ്ഞാൽ കാടല്ല, ഒരു പൊളപ്പൻ വീട് ഇതിന്റെ അകത്ത് ഹൈഡ് ചെയ്ത് വെച്ചേക്കുക. നമ്മള് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ റെഡി ആയിക്കോ, എത്താറായി. നമ്മുടെ ഈ പാണ്ടിപ്പട്ട സിനിമയ്ക്കകത്ത് എന്താണ്, ഈ വീടിന് അപ്പുറത്ത് എത്തണമെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ച് പോകുന്ന പോലെ തന്നെ വീട്. ഇതാണ് നമ്മുടെ വീട്. നമസ്കാരം കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വാർത്തകൾ? നമ്മുടെ ആദ്യത്തെ വ്ളോഗിന്റെ പരിപാടി നമ്മുടെ കിടക്കാച്ചി വീടാണ് പ്രോമിസ് ചെയ്തത്. നല്ല അന്തസ്സുള്ള നമ്മുടെ വീടാണ്. ഞാൻ പണ്ട് ഇവിടെ അമേരിക്കയിൽ വന്നപ്പോൾ ഞാൻ ആക്ച്വലി താമസിച്ച എൻ്റെ ഫസ്റ്റ് ഹൗസാണിത്. ഈ വീടിന്റെ ഒരു ചരിത്രം എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ഹൗസ് പോലെയാണ്. അപ്പൊ ഞാൻ ചാച്ചനോട് വിളിച്ചു, ചാച്ച ചെറിയൊരു വ്ളോഗായിട്ട് സ്റ്റാർട്ടിങ് അവിടെ ചെയ്യാൻ വേണ്ടി. ചാച്ചൻ പറഞ്ഞു കം ഓൺ ഗോ ഹെഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇംഗ്ലീഷിൽ രസം ഉണ്ട്. സ്റ്റാർട്ടിങ് ഇവിടുത്തെ ഏറ്റവും വലിയ മനോഹര കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 2 കുതിരയാണ്, പഴയ പണ്ടങ്ങനെ ഉണ്ടാക്കിയ കുതിരയാണ്, എപ്പോഴും ഇവിടെ ഉണ്ട്. നമ്മുടെ ഇവിടെ കൂടെ ഒരു സോൾജർ ഉണ്ട്. ഇതിനെ കയ്യും കാലൊക്കെ പോയി കിടക്കുവാണെങ്കിലും കുഴപ്പമില്ല, സെറ്റപ്പ് സാധനമാണ്. നമ്മുടെ അമേരിക്കൻ ഫ്ലാഗും ഉണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ വീട്ടില് പണ്ട് ഇവിടെ വന്നപ്പോൾ 2 വലിയൊരു സിംഹം ഉണ്ടായിരുന്നു. അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നല്ല പൊളപ്പൻ സെറ്റപ്പാ, നല്ല കാലാവസ്ഥ, നല്ല രസം. ഇത് ചാച്ചന് എന്നോട് പറഞ്ഞതനുസരിച്ച് ഐ തിങ്ക് ദിസ് ഹൗസ് ഹാസ് അറൌണ്ട് 27 bedrooms, 27 റൂംസ്, 27 മുറികളുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ഈ വീട്ടില്. പിന്നെ ചാച്ചന് ഈ കൃഷിയോട് ഭയങ്കര ഇഷ്ടമുള്ളതിനാല് ചാച്ചന് ഈ ചെറിയ നഴ്സറി ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഈ സെക്ഷൻ മുഴുവൻ ചാച്ചന്റെ ഒരു നഴ്സറി സെറ്റപ്പാണ്. പ്ലാവ്, ചക്ക, മാങ്ങ, എല്ലാ സാധനങ്ങളും. പിന്നെ ചാച്ചന്റെ ഏറ്റവും വലിയൊരു ബെസ്റ്റ് സെല്ലർ എന്ന് വെച്ചാൽ അശോക ട്രീസ് ആണ്. അപ്പൊ നല്ല പൊക്കത്തുള്ളത് ഈ അശോക ട്രീസ് ആണ് ചാച്ചന് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ ആ പാണ്ടിപ്പട സിനിമയിൽ നമ്മൾ പറയുന്ന പോലെ വാളങ്ങോട്ട് ഒരു കാര്യം, നമ്മള് പാണ്ടിപ്പട സിനിമയ്ക്കകത്ത് ഇവിടുന്ന് അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ ഓട്ടോറിക്ഷ കിടക്കുന്നതാണ്. ഇവിടെ ഫുൾ എന്ന് പറഞ്ഞ ഒരു 1.5 ഏക്കർ സ്ഥലമുണ്ട്. നമ്മളിത് മുഴുവൻ കാണുമെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ സൈബർ ട്രക്ക് എടുത്ത് ഒന്ന് ചുറ്റി കണ്ടാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ വീട്ടിലെ ഏറ്റവും നല്ല അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഈ വീട്ടിലെ പോണ്ടാണ്. ആ പോണ്ടിന് ഏറ്റവും നല്ല കാര്യം നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നല്ല പൊളപ്പൻ തിലോപ്പയും നല്ല മുഴിയുണ്ട്. അത് നമുക്ക് ഫ്രഷ് ഫിഷാണ്, നമുക്ക് ചൂണ്ടയിട്ട് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് വല വീശാൻ പറ്റും. പിന്നെ കുറച്ച് നമ്മൾ അകത്തേക്ക് കയറി പോവാണെങ്കിൽ ഓരോരോ തോട്ടം നമുക്ക് കാണാൻ പറ്റും ചാച്ചൻ്റെ. അവിടെ മാവിന് സീസൺ അല്ലേ, അല്ലോ പൂത്തിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഈ വെതറും ഈ കാലാവസ്ഥയും ഈ വൈബും പറ്റിയ സന്ദർഭം അല്ലടാ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ചില മരമൊക്കെ വീണ് നടക്കുവാണ്, എങ്കിലും കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല മൊഞ്ചൻ ലുക്കും. മാവിലെടുത്ത് മുഴുവൻ നിറച്ച മാവ്. നമുക്ക് കഴിഞ്ഞ അവിടെ വന്നപ്പോ നല്ല ഇതിനപ്പുറത്തെ ലൊക്കേഷൻ ചെല്ലുവാണെങ്കിൽ ഫുൾ തെങ്ങ് എന്ന് പറഞ്ഞാൽ മൊഞ്ച സ്ഥലം. ബാ നമുക്ക് അങ്ങോട്ട് പോവാം. പണ്ട് ചെറുപ്പത്തിൽ ഞാനും അനിയത്തിയും ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് നടക്കുമായിരുന്നു. നല്ല രസമാണ്. നല്ല രസം വെച്ചാൽ നല്ല കാലാവസ്ഥ, നല്ല വൈബ് ഏരിയ.
ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫ്ലോറിഡ എന്ന് വെച്ചാൽ ഒരു കൊച്ചി കേരള എന്ന് വെച്ചാൽ എൻ്റെ പൊന്നും അത് നോക്കി നല്ല അസല് തെങ്ങ്. ഒന്ന് കയറാൻ പറ്റുമോ? കയറി നോക്കിയാലോ? നല്ല കരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ മണ്ടയിൽ. ആ കാണുന്ന റൈറ്റ് സൈഡ് കാണുന്ന എനിക്ക് ഒന്ന് കരിക്കാം ഉറപ്പാ. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഓരോരോ സെറ്റപ്പും കാണാൻ പറ്റും. നിറച്ചും തെങ്ങ. അത് നോക്കി ഇവിടെ അശോക ട്രീ ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞത് ഇത് മുഴുവൻ ശരിക്കും പറഞ്ഞാൽ വീട് ചുറ്റി കാണണമെങ്കിൽ ഒരു വണ്ടി എടുത്ത് ശരിക്കും ഒരു ഫുൾ റൗണ്ട് അടിച്ചാൽ മാത്രമേ ഈ വീട് കാണാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് രസമാണ്. നമ്മുടെ ബോഗൻവില്ലൊക്കെ ഉണ്ട്. ഇത് രസമാണ് കാണാനായിട്ട്. സത്യം പറഞ്ഞ ഒരു സിനിമ ഓർമ്മ വരുന്നുണ്ട്. മണമില്ല എങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഒന്നും സാധനം. പഴയ കാലത്തെ ഒരു ചാച്ചൻ്റെ ഒരു ക്രേസ് എന്ന് വെച്ചാൽ ചാച്ചന് ഓപ്ഷൻ ഹൗസിൽ നിന്ന് കുറേ സാധനങ്ങൾ മേടിക്കും. എന്നിട്ട് അത് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കും. ആവശ്യമില്ലെങ്കിലും ഒരു ഹരം കാണിക്കാനായിട്ട് ചാച്ചൻ മേടിക്കും. ഇത് പണ്ട് ചാച്ചനെ കണ്ട് മേടിച്ചൊരു ഹോഴ്സ് ബാക്കിന്റെ ഒരു സാധനമാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അതിന്റെ അകം പണ്ട് കയറ്റി വെച്ചാണെങ്കിലും നല്ല രസമാണ് കാണാനായിട്ട്. ഇതുപോലെ ഓരോരോ ഷെഡുകൾ പണിത് ഇതുപോലെ ഓരോരോ ഒരു ക്രൈസിനെസ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. നല്ല രസമാണ്. ഇറ്റ്സ് റിയലി നൈസ്. ഇനി വരാൻ പോകുന്ന എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തൊരു സ്ഥലമാണ്. ചാച്ചൻ്റെ ഗ്രാൻഡ് കിഡ്സിന് വേണ്ടിയിട്ടും പിന്നെ ഞങ്ങൾ വന്നപ്പോഴും എല്ലാവർക്കും വേണ്ടി ചെറിയൊരു മിനി പ്ലേ ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്ലേ ഗ്രൗണ്ടിൽ നല്ലൊരു ഒരു മണിയുണ്ട്. അത് നമ്മുടെ പള്ളിമണി പോലത്തെ ഒരു മണിയാണ്. അതിപ്പോഴുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇനി നമുക്ക് പോയി നോക്കാം. എടാ അവിടെ ഒരു മണിയുണ്ടോടാ, ഒരു വലിയൊരു ബെല്ല്. പണ്ടവിടെ വെക്കുമായിരുന്നു. എടുത്ത് മാറ്റി വന്നൊരു സംശയം കേട്ടോ. പണ്ട് ഞാനും അനിയനും അനിയത്തി കരയാച്ചനുണ്ടല്ലോ, കരയാച്ചനും ഞാൻ എപ്പോഴും ഇതിനകത്തായിരിക്കും. ഇരിക്കണം മണി. ഈ മണി ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒടുക്കത്തെ ശബ്ദം. ഈ സാധനത്തിന് അടിച്ചു നോക്കിയാലോ. തൊട്ടടുത്ത് പള്ളിയുണ്ട്. അപ്പൊ ചാച്ചനടക്ക് പറയായിരുന്നു സൂക്ഷിക്കണം. ഒന്നും അടിച്ചു നോക്കിയാലോ. ഇപ്പോൾ അതേ പവർ ഉണ്ട്. ഓൾഡ് ഈസ് ഗോൾഡ്. ഞാനും എൻ്റെ അനിയനും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഇതിനകത്തായിരുന്നു. ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഒരു സൈഡിൽ അവിടെ ഇരിക്കും, ഞാൻ ഒരു സൈഡിൽ ഇരിക്കും. ഇങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് നല്ല പൊളപ്പൻ വ്യൂ ആയിരുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടതേ ഈ പാർക്കിലും പിന്നെ ആ കാണുന്ന റോഡിനവിടെ എന്താ കാണിക്കുന്ന നിർത്താൻ. എടാ എൻ്റെ അന്ന് ഉദ്ദേശം ചാടാൻ പോകണോ? എവിടെ എവിടെ കഴിഞ്ഞ തവണ ഞാൻ റിച്ചാർഡ് വന്നപ്പോ ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചു വിടുന്ന നിറച്ച് മീനാണ് അതിനകത്ത്. തിലോപ്പേ എന്തേ അടുത്ത നമുക്ക് പിടിക്കാം. അടുത്ത ബ്ലോഗ് നമുക്ക് മീൻ പിടിക്കാം. സബ്സ്ക്രൈബേഴ്സ് പറയട്ടെ. കഴിഞ്ഞ തവണ ഞാൻ ചാച്ചനോട് പറഞ്ഞപ്പോൾ ചാച്ചൻ പറഞ്ഞു, എടാ നീ ചൂടിന്റെ കാര്യമില്ല, വല വീസാനെന്ന് പറഞ്ഞു. പണ്ടതേ അതിന്റെ മണ്ടയില് മറ്റേ കഴിഞ്ഞ ഹരിക്കേണ്ട സമയത്ത് വീണ് പോയതാ. അതിന്റെ മുകളിൽ ഒരു ടോപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ മണ്ടയിൽ നമുക്ക് താഴെ നമുക്ക് പിടിക്കാൻ നോക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് അവിടെ ജെറ്റ്സ്കി ചെയ്യുമായിരുന്നു. നല്ല രസമാണ്. വാടാ ഇങ്ങോട്ട് പോകണുണ്ടോ? ഇങ്ങോട്ട് പോകണ്ടോ? നല്ല നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എടാ നമുക്കൊരു വ്ളോഗ് ഇഗ്വാനക്കറി ചെയ്താലോ? ചെയ്യടാ, നല്ലതായിരിക്കും. സത്യം പറഞ്ഞാൽ നൊസ്റ്റാൾജിയ അടിക്കുന്ന പോലെ ഉണ്ട്. ഇത് ഞാൻ വല്ലാണ്ട് മിസ് ചെയ്തു. പക്ഷെ അന്ന് ഇതുപോലെ ഓപ്പൺ തന്നെ വന്നല്ലോ. അന്ന് ഞങ്ങൾ പിള്ളേരൊക്കെ ആയിരുന്നു, കുറുമ്പിന്റെ ഉസ്താദായിരുന്നു. അന്നല്ല കോപ്പറം കാണിച്ച് ഞങ്ങളെ വീണനെ. മീനുണ്ട്, പക്ഷെ മീനിപ്പോ ഈ സമയം കൊണ്ട് വരാത്തയാ. നല്ല മീനുണ്ട്, നല്ല മീനുണ്ട് അത്. ആ ജെറ്റ്സ്കി ഉണ്ടായിരുന്നു. നമുക്ക് ഒന്ന് ചാച്ചനോട് ചോദിച്ചോക്കാം. ജെറ്റ്സ്കി ഉണ്ട്, നമുക്കൊന്ന് നോക്കാം. ഞാൻ ഉച്ചാട് കഴിഞ്ഞാണ് അത് ഇതിന്റെ അകത്താണ്. ഞാൻ ഒരു ഫോട്ടോ അയച്ചിട്ടില്ലേ, ഏറ്റവും കൂടുതൽ കൈയുടെ അത്രയും മുഴുപ്പുള്ള തിലോപ്പിയ. അത് മുഴുവൻ മേടിച്ചിരുന്ന ഈ കാലാവസ്ഥക്ക് പറ്റിയ സമയം. അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് വേറെ നെക്സ്റ്റ് ലൊക്കേഷനിലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനാണ്. എന്നാ തണുപ്പാണ്. നീ ന്യൂജേഴ്സി നിനക്ക് തണുപ്പാണല്ലായിരിക്കും. എനിക്ക് പറഞ്ഞാൽ ഒടുക്ക തണുപ്പത്. അമ്മച്ചി ഒന്ന് തണുപ്പായി പോയി. ഇവിടെ ചാച്ചന് ചെറിയൊരു തെങ്ങുന്നോപ്പുണ്ട്.
നല്ലൊരു തെങ്ങ് തോപ്പ് ഞാൻ കാണിച്ചു തരാം. പണ്ട് ഇവിടെ ഒരു എടാ എടാ വഴിയില്ലടാ ഇവിടെടാ അവിടെ ഉണ്ടോ? അവിടെ വഴിയുണ്ടോ ഞാൻ പറഞ്ഞത്. വന്നിട്ടില്ല അപ്പോഴേക്കും കണ്ടുപിടിച്ചിട്ട് പോന്നാരാ കൊച്ചു കള്ളൻ. ഞാൻ പറഞ്ഞില്ലേ വഴി വന്ന് പൊക്കോണോന്ന്. ഇവരോട് വന്നിട്ടുണ്ടോ? പണ്ട് ഇവിടെ ഉണ്ടല്ലോ, പണ്ടൊരു 11 വർഷം മുമ്പ് ഇവിടെ വലിയൊരു കിളിക്കൂടുണ്ടായിരുന്നു. ചെറിയ വലിയ കിളിക്കൂട്. ഇതൊക്കെ വലിയ കിളിക്കൂടുണ്ടായിരുന്നു. വലിയ കിളിക്കൂട്. തെങ്ങ് വയ്ക്കടാ. ചുമന്ന തേങ്ങ നല്ല രസം കാണാൻ. തൊട്ടി ചാച്ചോട് ചോദിച്ചോ, നമ്മൾ തോട്ടി എടുക്കാം. അപ്പുറത്തെ കൂടുതൽ തേങ്ങ കൂടുതൽ. കഴിഞ്ഞ തവണ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ പരിപാടിക്ക് കുറച്ച് തേങ്ങ വേണമെന്ന് പറയായിരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് എടുത്തു കൊടുത്തേ. ഓ ശരിയാണല്ലോ, ഇവരെ കൂടെ പൊതിപ്പിച്ചത് ബാക്കി തേങ്ങ. എത്ര തേങ്ങ പൊതിപ്പിച്ചേ? ഞങ്ങള് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് ഒരു 10 തേങ്ങ ഞാൻ പറഞ്ഞത്. അവസാനം 10 വന്നതിൽ 10, 20, 30, 40 അവസാനം 100 തേങ്ങ കൊണ്ട് വെച്ചാൽ പൊതിച്ച അവസാനം ഞങ്ങൾ പണ്ടാറടങ്ങിപ്പോയി. അതിന് അത്രയും തേങ്ങ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് പുതിയതാന്ന് എനിക്ക് തോന്നുന്നു. കിണർ ഇപ്പോഴാണ് കാണുന്നത്. ആണോ? ചെറിയ കിണറാണോ? കൊള്ളാട്ടോ. ഒന്നും ഇടാൻ പറ്റില്ല. വെള്ളം എടുത്താലോ? കൊള്ളാട്ടോ. ഇത് നോക്കിയേ, ആർമിയാന്ന് തോന്നുന്നുണ്ട്. അല്ല ആർമിയല്ലേ ഇത്? കൊള്ളാട്ടോ. ചാച്ചിനിടയ്ക്ക് ഇതുപോലത്തെ ഒരു ക്രൈസ് ഉണ്ട്. ഓരോ സെക്ഷനിലും നോക്കോ. ഇത് ആദ്യത്തെ ആർമി കയറിക്കണ്ട, ഇതൊരു തുടക്കം മാത്രമാണ്. നോക്കും, ഞാൻ അറ്റ്ലീസ്റ്റ് 2 അല്ലെങ്കിൽ 3 ആർമി ഞാൻ കാണിച്ചു തരാം. അതുപോലെ ആർമിയുണ്ട് ചാച്ചിന്. ഞാൻ കേട്ടനുസരിച്ച്. പിന്നെ മെയിൻ കാര്യം, ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പറ്റുള്ളൂ കേട്ടോ. താങ്ക് യു. ഹൃദയം തരില്ല, ചവിട്ടിക്കുട്ടി പള്ള. ഞാൻ പറഞ്ഞില്ലേ, 2ാമത്തെ ആർമി ഈ കിടക്കുന്നു. എനിക്ക് ചാച്ചനുണ്ട്, ആർമി കച്ചവടം ഉണ്ടായിരുന്നു തോന്നുന്നു. എല്ലായിടത്തും ആർമി ഉണ്ട് ചാച്ചന്. കൊള്ളാലോ. സാധാരണ നമ്മള് നാട്ടിൽ പോകുന്ന പോലത്തെ ഒരു ഫീൽ ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തരാം. നിങ്ങൾ ഏതെങ്കിലും അമേരിക്കയിൽ നിങ്ങൾ ഇതുപോലെ തേങ്ങ കിടക്കുന്നുണ്ടോ? നോക്കിയേ, എത്ര തേങ്ങ കിടക്കുന്നേ. വേറെ കിടക്കുന്നുണ്ടോ? ചത്തുപോയെന്ന് തോന്നുന്നു പാവം. അയ്യോടാ, അത് ഫ്രോസ് ആയി പോയി. നമ്മുടെ ഇഗ്വാനക്കുട്ടൻ ജീവനാണ്. തണുത്ത് മരവിച്ചു പോവും. ഈ ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്കയില് എസ്പെഷ്യലി ഫ്ലോറിഡയില് തണുപ്പ് കൂടുമ്പോൾ ഇതുപോലെ ഇഗ്വാനകൾ ഫ്രീസ് ആയിട്ട് താഴേക്ക് വീഴും. സത്യം പറഞ്ഞാൽ ജീവനുണ്ട്, പക്ഷെ അതേ സമയത്ത് പണിയെ പോയി. പാവം, നല്ല തണുപ്പായിരുന്നു. തണുത്ത് മരവിച്ച് പോയി കാണാം. സാധാരണ രീതിയിൽ ഇതിന് ആൾക്കാർക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ ഇതിന് നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല മൊഞ്ചൻ ടേസ്റ്റ് ആയി സാധനത്തിന്. ഇതിന്റെ കളർ അനുസരിച്ച് നമുക്ക് ഇതിന്റെ പ്രായം മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇതിന്റെ കളറിന്റെ ഇവിടെ ഓറഞ്ച് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് പ്രായമായതാണ്. അതേ സമയത്ത് ഫുൾ പച്ചയാണെങ്കിൽ ചെറുപ്പക്കാരനായിരിക്കും. ഞാൻ കിടന്നു ശരിയായിക്കോളും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും തേങ്ങ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടല്ലോ? ഒന്ന് നോക്കിയേ, ഫ്രഷ് തേങ്ങ. കരിക്കുണ്ട്, കരിക്ക് വീണ് കിടക്കുന്നു. എനിക്കോ ഇതേ തേങ്ങ എവിടെ ഇത്ര തേങ്ങ നിർത്താവേ. സൈഡിലേക്ക് പോയി നോക്കാം. ഉണക്കത്തേങ്ങയാണ്. ഇങ്ങനെ നല്ല വെള്ളമുണ്ട് സാധനത്തിന്. അപ്പൊ ഇത്രയും തേങ്ങ നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾ നോക്കിയേ, വെറും എത്ര തേങ്ങ അവിടെ ഉള്ളത്? ഒരു തെങ്ങ് നോക്കുന്നു. ആ തെങ്ങിന് എത്ര കൊലച്ചൊക്കെ നോക്കി അങ്ങോട്ട്. എന്തോരം തേങ്ങ അതിനെ മണ്ടേല്. മൊഞ്ചനായിട്ടുണ്ട്. എന്ത് രസമാണ് കാണാനായിട്ട്. എടാ നീ ഇഗ്വാനൊക്കെ ഉണ്ടായിരുന്നോ? എടാ തണുപ്പത്തായിരിക്കുന്നത്, തണുത്ത് വിറച്ചു പോയി സാധനം പാവം. വാ നമുക്ക് തോട്ടിയോണം എടുക്കാം. ശാസ്ത്രം ചോദിക്കാം. ശാസ്ത്രം തോട്ടിയുണ്ട്. നിനക്ക് ഓർമ്മയാണല്ലേ, നീ തോട്ടി എടുത്തോണ്ടേ. വാ. ഓ അത് ശരിയാട്ടോ. കരിക്കിട്ടെ ഞാനാണല്ലേ. പക്ഷെ ഞാൻ തെങ്ങി കയറൂലേ ഇതേ. ഓ ശരിയാ, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഇപ്പൊ നമ്മള് ഈ വീഡിയോ ഇപ്പൊ നമ്മള് അമേരിക്ക എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. നമ്മൾ വിചാരിക്കുന്ന കേരളത്തിൽ കൂടെ നമ്മൾ ചെറിയൊരു തോട്ടത്തിൽ കൂടെ പോകുന്ന വൈബ് ഫീലിംഗ് ആണ്. അതെ, അടുത്ത ഓർമ്മ വന്നേക്കുന്നു. അയോവ ലൈസൻസ് പ്ലേറ്റ് വെച്ചോണ്ട്.
ചാച്ചന് ചെറിയ ക്രൈസ് ആയത് ഓരോന്നേരം പണി വെക്കാം. എത്ര തേങ്ങ കിടക്കണം നോക്കിയേ. ഇതുപോലെ തേങ്ങ കിടക്കണുണ്ടോ? നോക്കി എന്ത് രസം നോക്കി, നിറച്ചും തേങ്ങ അവിടെ. ചെറുതൊക്കെ ഉണ്ടായിട്ടുണ്ട്, നട്ട് സ്വന്തമായിട്ട് നട്ട് പോയിട്ടുണ്ട്. എന്ത് രസമാണ് കാണാനായിട്ട് തേങ്ങ. ഓ ഫൺ ഫാക്ട്, ചാച്ചന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ആള് ഒരു സിനിമാടനാണ്. ഈസ് എൻ ഇംഗ്ലീഷ് ആക്ടർ എന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. പക്ഷെ നല്ല മൊഞ്ചന. നമ്മൾ കറക്റ്റ് ഇപ്പൊ ഒരു പാലക്കാട് തെങ്ങും തോപ്പിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ തണുപ്പ്, ഓഹോ നല്ല തണുപ്പ്. എന്റെ കൈ മരവിച്ചു തുടങ്ങി. നിനക്കും തണുപ്പില്ല, ന്യൂയോർക്കാരൊക്കെ എന്ത് തണുപ്പ്. ന്യൂയോർക്കിലെ ഫ്രണ്ട്സിനോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു എന്റെ വീഡിയോ ചാനൽ പറഞ്ഞു കൊടുത്തേ. കഴിഞ്ഞ തവണ ഇവിടെ ഇരുന്ന് അതെ ഈ പാവം റോണിൽ ഒരു 110 തേങ്ങ പൊളിച്ചത് പാവം പയ്യൻ. നീ ഓർക്കുന്നു. പിന്നെന്താ ഉള്ളത്? ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ഇതെല്ലാം അതെ തെങ്ങ് പിടിച്ചേക്കുവാ. എത്ര തേങ്ങ കിടക്കുന്നേ. സത്യം പറഞ്ഞ തെങ്ങിൻ തോപ്പിൽ നിന്ന് ഇറങ്ങിയ ഫീലിംഗാ. അത്രയ്ക്ക് മൊഞ്ചലായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം, തേങ്ങ ആർക്കെങ്കിലും വേണമെങ്കിൽ any of the other states who's watching this, if you guys want some തേങ്ങ ധൈര്യമായിട്ട് കമന്റ് സെക്ഷൻ ഇട്ടോ, സാധനം നമ്മൾ എത്തിക്കും. പറഞ്ഞാൽ മതി. റേറ്റ് പിന്നെ പറയാം. ഇപ്പൊ നമ്മൾ കേറി വന്ന ലൊക്കേഷൻ കണ്ടോ? നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ 2 സിംഹം കാണുന്നു. ഈ സിംഹത്തിന് ഒരു ഫൺ ഫാക്ട് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. പണ്ട് ചെറുപ്പത്തില് ഞാനും അനിയനും വന്ന സമയത്ത് ചാച്ചൻ പറഞ്ഞായിരുന്നു തുടരുത് കളിക്കെന്ന് പറഞ്ഞ്. എൻ്റെ അനിയൻ ഒരു സിംഹത്തിന്റെ പല്ല് കൊണ്ടുപോയി കളഞ്ഞു. എന്നിട്ട് അവസാനം പിടിപ്പിച്ച് വെക്കുന്നത് ഇത് ഏതൊരു സിംഹത്തിന്റെ പല്ല, പക്ഷെ മറന്നുപോയി. ഏതൊരു സിംഹത്തിന്റെ പല്ല. അത് തന്നെ ഉറപ്പിക്കാം, ആ സിംഹം. സോ നല്ല രസം കാണാൻ, മൊഞ്ചൻ ലുക്ക, പൊളപ്പൻ സാധനമാണ്. ചാച്ചനെ ഇപ്പൊ നമ്മൾ വലത്തെ സൈഡിൽ നമ്മൾ വന്നേ, ഇടത്തെ സൈഡിൽ നമ്മൾ ഇങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ ഇവിടെ മുഴുവൻ തെങ്ങുതോപ്പാണ്. നല്ല രസമാണ് കാണാനായിട്ട്, നല്ല രസം, നല്ല പൊളപ്പൻ രസമുണ്ട്. പക്ഷെ കളർ മാറിയിട്ടുണ്ട്, വ്യത്യാസമുണ്ട്. തേങ്ങ തന്നെ മാറിയിട്ടുണ്ട്. അത് കുറച്ചും കൂടെ എല്ലാം വാടിപ്പോയി. എനിക്ക് തോന്നുന്നത് വളം കുറവായിരിക്കും, എനിക്ക് തോന്നുന്നു ഇതിന് മാത്രമായിട്ട്. പക്ഷെ അതെല്ലാം നല്ല സെറ്റപ്പുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ഇടയ്ക്കൂടെ നമുക്ക് പോവാം. ക്രോണൻ പോയോ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? വാ, നീ ഇവിടെ പോയിക്കൊള്ളു. ഓ ഇവിടെ ആക്ച്വലി സീസണിലായിട്ട് നല്ല മാമ്പഴം കിട്ടും. നല്ല മാമ്പഴം, ജൂലി, അൽഫോൺസ്, അതുപോലത്തെ പലതരം. പിന്നെ നാടൻ മാങ്ങ എല്ലാം ഇവിടെ വളരും. അതുപോലത്തെ നല്ല സാധനം ഇവിടെ കിട്ടും. ഇവിടെ ആണ്ടരി സംക്രാന്തിക്ക് മാത്രം, ഒരു ഒക്ടോബർ നവംബർ സീസണിൽ മാത്രം വളരുന്ന ഒരു മാവ് ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ആ കാണുന്നത് ഇവിടെ പുറകിലുള്ള. അത് നല്ല ഫ്രഷ്, നമ്മൾ ഇത്രയും നമ്മുടെ കൈ മുഴുപ്പുള്ള എൻ്റെ മാവ് ഉണ്ടാവും, നല്ല മാങ്ങ ഉണ്ടാവും. വാ, ചാച്ചൻ പുതിയ സെറ്റപ്പ് പിടിച്ചു തോന്നണേ, നല്ല രസം കാണാൻ. സാധാരണ ഗതിയിൽ ഞാൻ സാറിന് ഇവിടുന്ന് വണ്ടി ഓടിച്ച് നേരെ പോകുന്നതാണ് ഏറ്റവും ഈസി. പക്ഷേ നമ്മൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഫെബ്രുവരി 1 പുതിയ ജിമ്മൊക്കെ പോകുന്ന വിചാരിച്ച് തുടങ്ങും നമ്മള്. താലിക്ക് പൊന്ന് വാടാ, ടാക്സി വിളിക്കാം. പീലിക്കു കണ്ണ് താഴത്തു വീണ് നീ എന്റെ. അന്ന് നമ്മൾ കഴിഞ്ഞ വന്നപ്പോ വേറെ നമ്മൾ കണ്ടായിരുന്നോ? നമ്മൾ വേറെ എന്തെങ്കിലും കണ്ടായിരുന്നോ? ഇല്ലല്ലോ. കരിക്ക് കിട്ടിയായിരുന്നു, കരിക്ക് സൂപ്പറാണ് സമയത്ത്. പണി ചാച്ചോണ്ട് ചോദിച്ചോക്കാം. കരിക്ക് അവിടെ ഉണ്ട്, രണ്ടു മൂന്ന് തെങ്ങിലുണ്ട് കരിക്ക്. ബാക്കിലുണ്ടല്ലേ? ബാക്കി ചോദിക്കാം, നല്ലത്. എന്നാ പിന്നെ അതരാം. മറ്റേന്ന് പറയുമ്പോ അവിടെ തൂട്ടിയുണ്ടല്ലേ? അവിടെ വെറൈറ്റി പിടിക്കാം, നല്ലത്. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ഇവിടെ അന്ന് ആ സമയത്ത് ഇത്ര ക്ലിയർ അല്ലായിരുന്നു. ഇപ്പൊ അന്നാണ്ട് ക്ലിയർ ആയിട്ടുണ്ട്. അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്.
എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവര്. നോക്കിയാ കൊല എന്താ പൂവനാണത്? റോബസ്റ്റ് ആണോ? അല്ലോ റോബസ്റ്റ് അല്ല, കറി വയ്ക്കുന്നതാ. ഐ തിങ്ക് സോ. രണ്ടെണ്ണമുണ്ട്, എന്റെ പുറകിൽ ഒരെണ്ണമുണ്ട്. ഇത് റോസാപ്പൂ അല്ലത്? മുള്ളുണ്ട്. ആ ശരിയാ, റോസാപ്പൂ തന്നെ. വാ. ഓ എനിക്കൊന്ന് ഇതും കൃഷി ചെയ്ത് വെച്ചാന്ന് തോന്നുന്നു. കാരണം നോക്കിയേ, അരേ നോക്കിയേ, ഗ്രേപ്പ് ഫ്രൂട്ട്. നല്ല ഉണ്ടോ ഇത്? പഴുത്തമുണ്ടോ? പഴുത്താണത്? പഴുത്തല്ല, പച്ച തോന്നുന്നത്. പഴുത്താണോ പച്ചേ? ആ ഇത് പഴുത്താ. ഇത് മോനെ ഞങ്ങുന്നുണ്ട്. ചാച്ചാനെ പിടിച്ചോ, ചാച്ചാനെ പിടിച്ചോ. നീ ഇപ്പൊ എവിടെ ചവിട്ടിയത്? ചിഞ്ചുരി എന്നെങ്കിലും മുഴുപ്പുണ്ടല്ലോ. ഓ എന്തെങ്കിലും പ്രായം കാണും. ചെയ്യാനാ. ലെമൺ ഉണ്ട്, പക്ഷെ ലെമൺ അതിൻ്റെ അകത്തൊന്നും ആയിട്ടില്ല. ലെമൺ ട്രീ നോക്കടാ. ബാംബു സ്റ്റിക്സ് ഇത് കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാംബു ബോയ്. ചേട്ടനെ പതി കാണുന്നില്ലോ, ഓടിച്ചോടിയോ നീ? നോക്കിയേ വേറെ ആർവി. ഞാൻ പറഞ്ഞില്ലേ ശാസ്ത്രീയ ക്രൈസ് ഉണ്ടെന്നാ വന്നേ. പണ്ടേ ഇത് കഴിഞ്ഞ തവണത്തെ മറ്റേ ഹരിക്കേന സമയത്ത് ആണിത് മറിഞ്ഞു പോയത്. ഇതിന് മുകളിലേക്ക് പോകാൻ ഒരു സ്റ്റെയർ, ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു. അവിടുന്ന് ആക്ച്വലി ചൂണ്ട വീശാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് വള്ളി വെച്ച് കെട്ടി വെച്ചേക്കാന്ന് തോന്നുന്നു. നല്ല രസമായിരുന്നു. ഈ ചേട്ടൻ എപ്പോ വന്നാലും ഇങ്ങനെ തൂങ്ങി കിടക്കും. അങ്ങനെ എപ്പോഴും എയറിലാ ചേട്ടൻ, പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത അറിയി ഇതോ പണിയാന്ന് തോന്നുന്നു. എനിക്കൊന്നും ശാസ്ത്ര പണിക്കാരന്മാരോട് ഉണ്ടെന്ന് തോന്നുന്നു. അമ്മമാരെ വണ്ടിയാന്ന് തോന്നുന്നില്ല. നോക്കി എന്തോ ലിഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല രസം കാണാൻ. ഞാൻ 15 വർഷമായി അമേരിക്കയിൽ വന്നിട്ട്. ഇപ്പോഴെന്തേ ചേട്ടൻ ഇപ്പോഴും എയറില. ചേട്ടൻ ഒരിക്കലും ലാൻഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴും നമ്മുടെ കാവൽക്കാരനടുത്ത് തുറച്ച് നോക്കിയിരിക്കുന്നത്. ചേട്ടൻ നമുക്ക് പിന്നെ പോയി കാണാം. വാ. ആ ഇവിടെയാണ് പണ്ട് ജെറ്റ് സ്കീസ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ പണ്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ജെറ്റ് സ്കി ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയായിരുന്നു. നല്ല രസമായിരുന്നു, മൊഞ്ചൻ സ്ഥലം. ഇതിനെ വണ്ടി പാർക്കൊണ്ടിരുന്നേ. ഓ ശരിയാട്ടോ. ഓ ഇത് കൊള്ളാം, നല്ല. പിടിച്ചോ. വാ നമുക്ക് അപ്പുറ സൈഡിലേക്ക് പോവാം. ചാനൽ എല്ലാവരോടും പറയുന്നു, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. എന്തൊക്കെയാണ് വേണം നിങ്ങൾ പറയാൻ നമ്മൾ ചെയ്തിരിക്കും. അതാണ് നമ്മുടെ ചാനൽ. നീ കമന്റ് ഇടുവോ? ഞാൻ പറഞ്ഞില്ലേ ഒന്നിൽ കൂടുതൽ ആർമി ഉറപ്പുണ്ടെങ്കിൽ കാണുന്നത്. ഇതെനിക്ക് വന്ന് 5ാമത്തെ ആർമിയാണ് എനിക്ക് വന്നത്. ചാച്ചിനെ കൊണ്ട് ആരോ ആർമിയിൽ കൈവശം കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഉറപ്പാ. അടുത്തെന്തി? ഓ നൈസ്. അത് പഴയ അത് നല്ല കേട്ടോ. കൊച്ചിന്നാണ്. ഓ കോച്ച് മോറിനാണ്. ഇതേതോ പണിക്കാരൻ വണ്ടിയാന്ന് എനിക്ക് തോന്നുന്നത്. എടുത്ത് ഞാൻ വഴുക്കി എടുക്കുന്നില്ല. കീ ഉണ്ടല്ലോ ഇത്. ചാച്ചിന് ATV ഉണ്ട്. നമുക്ക് ATV ആണെന്ന് ചോദിച്ചു നോക്കാം. ഇത് കയറാൻ പറ്റും, നോക്കട്ടെ. വർക്ക് ഓ ഷേറ്റ് വർക്ക് കൊള്ളാലോ. ബാക്ക് ഇങ്ങനെ എടുക്കുന്നത് നമ്മൾ പഠിക്കണം. വണ്ടി ഫ്രണ്ടോട്ട് മാത്രമേ പോകും. ഞാൻ ബ്രേക്ക് പിടിച്ചേക്കുവായിരുന്നു. ആക്സിഡന്റ് സാധനം പോകും. കാണിച്ചാനോ? ഓക്കെ. ബാക്കിലേക്ക് വേണം. ഞാൻ നോക്കൊണ്ടിരിക്കുക. റോണ് നീ ഇല്ലാണ്ട് ജീവിതം മുഞ്ചേനെ. ചെറുതായിട്ടൊന്ന് പുറത്ത് നോക്കാം. പുറകെ സാധനം വലിക്കുന്നുണ്ടല്ലോ, കൊള്ളാലോ. ബാക്കിലേക്ക് ചവിട്ടി നോക്കാം.
ആ ബട്ടൺ ഉണ്ട് കേട്ടോ, ബട്ടൺ ഉണ്ട്. എന്താടാ കറക്റ്റാണോ? റോണ പറയടാ, ഇടിച്ചണ മാത്രം പറയുന്നു കേട്ടോ. പോടാ. കൊള്ളാം, സംഭവം പൊളിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ ഇതിന്റെ പുറകില് കാട്ടുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് കൊള്ളാട്ടോ. റോണെ ഇതിന് മണ്ടേ കയറുന്നുണ്ടോ? ഇതിന് മണ്ടേ കയറ്, നമുക്ക് വേണമെങ്കിൽ ചുറ്റാം. ഓ ഇന്ന് ഞാൻ കേട്ടനുസരിച്ച് ഏറ്റവും കൂടുതൽ സൗത്ത് ഫോറിന്റെ തണുപ്പൊന്ന ദിവസം എന്താണെന്ന് ഞാൻ കേട്ടെ. എന്റെ കൈ മരവിക്കോ. ഓ മൈ ഗോഡ്, ഞാൻ ആക്ച്വലി പറയുവാണ് ഐ നീഡ് ഗ്ലൗസ്, ഇല്ലെങ്കിൽ പണിയാന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഓ അത്രയ്ക്ക് കൈ മരവിച്ചോണ്ടിരിക്കുക. ഓ എടാ ന്യൂയോർക്കാ, നിനക്ക് കൈയൊന്നും മരവിക്കുന്നില്ലേ? കൈയൊന്നും മരവിക്കുന്നില്ലേ? ഓ എന്നെ എന്താ കൈ ഉണ്ടോ? ഇത് പണ്ട് ചെറിയൊരു നെസ്റ്റ് കൂടായിരുന്നു. ഇതിനും വലിയൊരു 2 times വലുതായിരുന്നു ചാച്ചിനെ. മറ്റേ കൂട്, മറ്റേ നെസ്റ്റ് പച്ചിക്കൂട് ചാച്ചിന് കുറച്ച് മയിലുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ലവ് ബേർഡ്സ് ഒക്കെ ആയിരുന്നു. ലവ് ബേർഡ്സ്, പിന്നെ മറ്റേ ഫെദർ ഉള്ള സാധനം, അതിന്റെ പേരായിരുന്നു ഒരു വലിയ ഫെദർ, ഇങ്ങനെ വലിയ തൂവലുള്ള സാധനം ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ ജിൻസേട്ടനുണ്ട് സാധനം, മറന്നുപോയി സാധനത്തിന്റെ പേര്. കണ്ടോ, നമ്മൾ വന്ന ലൊക്കേഷനിൽ നമ്മൾ അപ്പുറത്ത് അവിടെ നിന്ന് പോയി. നമുക്ക് അതിന്റെ വട്ടത്തിൽ നടുക്കോട് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഇവിടെ തോട്ടത്തിൽ പോയി. ഇതൊക്കെ പഴയ ക്രേസാ ചാച്ചന്റെ, പഴയ കാല ഗൾഫ് കാട്ടാ ഇത്. എന്ത് രസം, എന്ത് രസമുണ്ട് കാണട്ടെ. ഇപ്പോഴും സീറ്റിംഗ് സ്റ്റൈലും അമേസിങ്. പഴയ നമ്മുടെ കൈനറ്റിക് ഹോണ്ട, നമ്മുടെ സ്കൂട്ടർ പോലത്തെ ഹോണ്ടയുടെ പഴയ സ്കൂട്ടർ ഇത് അല്ലേ? ഒന്നാം സാധനല്ലേ, പഴയ കാല സാധനം. കറിയാസം കൊടുത്താലോ, ഹൈ ടേബിൾ എന്ന് പറഞ്ഞ, ഹൈ ചെയർ എന്ന് പറഞ്ഞ. ഓ മൈ ഗോഡ്, നല്ല രസമാണ്. TV ആരോ എന്തോ വൈരാഗ്യം തീർത്താന്ന് തോന്നുന്നു, ആദ്യം വെടി വെച്ചാന്ന് പറഞ്ഞിട്ട് ആരോ നന്നായിട്ട് സീനായിട്ട് പണി കൊടുത്തിട്ടുണ്ട്. ഈ കസേര ഉള്ളോട്ടോ എന്തായാലും. ഓ ഈ കസേര തന്നെ പൊളിച്ചു. കസേര റിയലി ഗുഡ്, നല്ല കസേരല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കസേരയാ, ഇരിക്കാറുണ്ട്. പക്ഷെ ചെളിയായിപ്പോയി. കണ്ടോ, നമ്മൾ തിരിച്ച ഷോർട്ട് കട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് നമ്മൾ എത്തിയിരിക്കുന്നു. നല്ല രസമുണ്ട്. അതിന്റെ അവിടെ സുള്ളിക്കൊണ്ടിരിക്കുക. രണ്ടേം ചെയ്യണ്ടേ. വാ അടുത്ത ലൊക്കേഷനിൽ പോവാം. അടുത്ത് നമുക്ക് ചാച്ചിനോട് ചോദിച്ചു നമുക്ക് വീടിനകത്ത് കയറാൻ പറ്റും നോക്കട്ടെ. വീടിനകത്ത് നല്ല അമേസിങ്, നല്ല നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ ആർട്ട് വർക്ക്സ് ഉണ്ട്. പിന്നെ മറക്കരുത്, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ക്രോണ വാടാ. ശലഭം വഴി മാറുവാൻ മിഴി രണ്ടിലും നിൻ സമ്മതം. ഓ ഞാൻ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം മറന്നുപോയി. ചാച്ചിന്റെ ബിസിനസ് എന്ന് വെച്ചാൽ ചാച്ചിന്റെ ഇതുപോലത്തെ ലൊക്കേഷൻസ് ഈ വീടിന്റെ ചുറ്റും ഒരു 5-6 വെച്ചുണ്ട്. അതുപോലെ അതിൻ്റെ സ്മോൾ മിനി ഔട്ട് ഹൗസുകളാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഗസ്റ്റോ ഫാമിലികളോ എല്ലാവരും വരുവാണെങ്കിൽ അവർക്ക് അതിന്റെ അകത്ത് തന്നെ ഫുള്ളി സ്റ്റേ ചെയ്യാം. ഒരു മിനി അപ്പാർട്ട്മെന്റ് പോലെയാ. അതിൻ്റെ അകത്ത് 2 ബെഡ്റൂമും ഒരു ബാത്റൂമും പിന്നെ ഒരു ഗസ്റ്റ് റൂമും പിന്നെ ഒരു കിച്ചണും ഉണ്ട്. അത്രയ്ക്കും സെറ്റപ്പാണ് അതിൻ്റെ അകത്ത്. ഇനി നമുക്ക് വീട്ടിനകത്ത് കയറാം. ഇതെല്ലാം ചാച്ചന്റെ വണ്ടികളാണെല്ലാം. ചാച്ചനെ വിളിക്കട്ടെ. ഓ ഇല്ലാന്നേ, ചാച്ചൻ എടുക്കാറില്ല വണ്ടികള്. ചാച്ചന് ഇപ്പൊ 2 വണ്ടി മാത്രം എടുക്കാറില്ല, ബാക്കി എടുക്കാറില്ല. ചാച്ചനിപ്പോ ചാച്ചന്റെ BMW പിന്നെ ലെക്സസ് മാത്രം എടുക്കാറുള്ളൂ. ചാച്ചന് ബാക്കിയെല്ലാം ഒരു ഫൺ ചോദിച്ചു നോക്കാം. ചാച്ച, we are outside. Could we come inside? Thank you. ചെരുപ്പൂരാ മറക്കണ്ട. So many iguanas there. Dead? Yeah. Oh, really? Yeah.
You are not taking inside. നമ്മുടെ വീടിനകത്ത് കയറി ഫ്രണ്ട് എൻട്രൻസ് നമ്മൾ കാണുന്ന ഒരു മനോഹരമായൊരു യൂറോപ്യൻ ഷാൻഡിലിയറാണ്. എന്ത് രസമുണ്ട് കാണാൻ, നല്ല രസമല്ലേ. പിന്നെ ചാച്ചൻ്റെ ഏറ്റവും വലിയ ക്രേസ് എന്ന് പറഞ്ഞാൽ ചാച്ചൻ്റെ ആർട്ട് വർക്ക്സ് ആണ്. നമ്മൾ നോക്കുവാണെങ്കിൽ വീട് ചുറ്റും 360. ഫൺ ഫാക്ട് അബൌട്ട് ദിസ് ആർട്ട് വർക്ക്, ഇത് ആക്ച്വലി ഹാൻഡ് ഡ്രോൺ ആണ്. ആ റൈറ്റ് സൈഡിൽ കാണുന്നത് ആക്ച്വലി ചാച്ചനും ആൻറ്റിയുമാണ്. അവർ വരച്ചിട്ട് ഇത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഷിപ്പ് ചെയ്ത് കൊണ്ടുവന്നാണ് ഈ ആർട്ട് വർക്ക് എല്ലാം. ഇത് ഷാൻഡിലിയർ പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആന നല്ല ഫ്രഷ് മാങ്ങയാണ്. പക്ഷേ നല്ല ഫ്രഷ് മാങ്ങ. റോണേ പടം ഇങ്ങനെ കാണാൻ. ചെറിയ റോൺ അവിടെ ഉണ്ട്. ചെറിയ റോണൻ അവിടെ ഉണ്ട്. എന്റെ റോണനെ നമുക്ക് മറ്റടുത്ത് പോവാം. നല്ല കേരള ഫുഡ് രാജസിപ്പ് കഴിക്കാം. 6 മണി മറ്റേ രാജാസിപ്പ് നമ്മൾ അടിപ്പൊളിച്ച് തകർക്കുന്നു. ഷുഗർ കട്ടായിരുന്നു. അതെ, ഞായറാഴ്ച അല്ലേ, ഇട്ടേക്കാം. ക്ഷമിച്ചിരിക്കുന്നു. വീണ്ടും കുഴപ്പമില്ല. ഡബിൾ കളിക്കുന്നത്. ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. നിങ്ങളുടെ സ്വന്തം മെൽക്കി ബ്രോ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം, മറക്കരുത്.